കൺഫേം ആണ് സ്റ്റേജ് 2 ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ ഏർലി സ്റ്റേജാണ്. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ സർജിക്കലായിട്ട് ഇത് റിമൂവ് ചെയ്യും മുഴുവനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്കൊരു കോഴ്സ് കീമോ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് നല്ല എഫിഷ്യൻറ്റ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ സൗകര്യമുള്ള ഒരു ദിവസം നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, കുഴപ്പമില്ല. ആൻറ്റി മോള് വരാവോ? ആദ്യമായിട്ടാണോ വന്നത്? ആദ്യം വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആൻറ്റി ഹാപ്പി ആവാൻ ഞാൻ ആൻറ്റീൻ്റെ ഫ്രണ്ട് ആവാം. ആൻറ്റി ഫ്രണ്ട്സ് കൺസേപ്പം നമുക്ക് ഇന്ന് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കീമോതെറാപ്പി തുടങ്ങും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്? സൈഡ് എഫക്ട്സ് ഉണ്ട്. പൊതുവേ സാധാരണ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. പിന്നെ അതല്ലാതെ വിശപ്പില്ലായ്മ, പിന്നെ മുടി കൊഴിച്ചിൽ, അതൊക്കെ അറിയാമല്ലോ. അതൊക്കെ പക്ഷെ ടെമ്പററി ആണ്. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. എങ്ങോട്ടായി കൊണ്ടുപോകുന്ന? ഇന്ന് വല്ലതും നമുക്ക് കാണാൻ പറ്റുമോടാ? ഇല്ലാതെ പറന്നുപോയി. പറന്നുപോയോ? എന്തോ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ഇഷ്ടോ? നമുക്ക് വേറെ നോക്കാം. നിങ്ങളുടെ സർജറിയൊക്കെ നന്നായിട്ട് നടന്നു. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫോളോ അപ്പ് പ്രൊസീജിയേഴ്സിന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ അയക്കുന്നതനുസരിച്ച് വന്നാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇന്ന് കൺസേല സന്തോഷത്തിലാണോ? സർജറി സക്സസ്ഫുൾ ആയതുകൊണ്ടാണോ? അതും സന്തോഷമാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കാതെ ലൈഫിലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്യാനൊക്കെ എന്നെ ഒരു കുഞ്ഞാണ് പഠിപ്പിച്ചത്. കുഞ്ഞു? അതെ, ജീവൻ എന്നാണ് അവൻ്റെ പേര്. ഡോക്ടറിന് അറിയായിരിക്കും. അവൻ എനിക്കറിയാം. നല്ല കുഞ്ഞായിരുന്നു. അവൻ എല്ലാവർക്കും അവനെ ഇഷ്ടവുമായിരുന്നു. 2 ദിവസം മുമ്പ് അവൻ പോയി. ലുക്കേമിയായിരുന്നു. വഷളായി. നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരു പുഴു ബട്ടർഫ്ലൈ ആയി പുനർജനിക്കുമ്പോൾ ഒരുപാട് വേദനകളുടെ കടന്നു പോവും. എന്റെ ചെറുകൾക്ക് ശക്തിയില്ല. ഞാനും ബട്ടർഫ്ലൈനെ പോലെ വേദനയിലാണ്. പക്ഷേ ഒരു ദിവസം അത് തീരും. എന്നിട്ട് ഞാൻ സ്ട്രോങ് ആവും. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ പോലെ